പഴയ നിയമത്തിലെ മൂന്നാമത്തെ പുസ്തകമായ ലേവ്യ പുസ്തകത്തിന്റെ എബ്രായ ശീർഷകം അവൻ വിളിച്ചു എന്നർത്ഥം വരുന്ന വൈക്ര എന്ന പദമാണ്. പഞ്ചഗ്രന്ഥങ്ങളിലെ മറ്റു പുസ്തകങ്ങൾ ആരംഭിക്കുന്നത് പോലെ തന്നെ ഈ ആരംഭ വാക്കുകൊണ്ട് തന്നെയാണ് ലേവ്യ പുസ്തകവും തുടങ്ങുന്നത്. സെപ്റ്റുജിന്റിൽ ലേവ്യ പുസ്തകത്തിന് കൊടുത്തിരിക്കുന്ന ലെയുട്ടിക്കോൺ, ലേവ്യരെ സംബന്ധിച്ച എന്ന തലക്കെട്ടിൽ നിന്നാണ് ലേവ്യ പുസ്തകം എന്ന മലയാള പരിഭാഷ ലഭിച്ചത്. ഇസ്രായേലിയ പൗരോഹിത്യത്തിൽ സുപ്രധാന ജോലികൾ നൽകപ്പെട്ടിട്ടുള്ള ലേവിയുടെ പിൻതലമുറക്കാരുടെ ഗോത്രവുമായി ഈ പുസ്തകം ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ ലേവി ഗോത്രത്തെക്കുറിച്ച് ഒരിക്കൽ മാത്രമേ ഈ ഗ്രന്ഥത്തിൽ പരാമർശമുള്ളൂ. ഇതിൽ വിവരിച്ചിരിക്കുന്ന പൗരോഹിത്യ ജോലികൾ യഥാർത്ഥത്തിൽ യാഗമർപ്പിക്കേണ്ട അഹരോൻ കുടുംബം അനുഷ്ഠിക്കേണ്ടവയാണ്. യാഗങ്ങൾക്കു വേണ്ടിയുള്ള ഒരുക്കം, വിശുദ്ധ സ്ഥലങ്ങൾ വൃത്തിയാക്കുക, ഇസ്രായേലിയരുടെ ആരാധനാ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ വസ്തുക്കൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ടുപോകുക തുടങ്ങിയ പ്രാഥമിക ജോലികളാണ് ലേവി ഗോത്രത്തിന് ചെയ്യേണ്ടിയിരുന്നത്. യഹൂദ റബ്ബിമാർ നൽകിയ പൗരോഹിത്യ സാരസംഗ്രഹം, പൗരോഹിത്യ നടപടിക്രമം എന്ന പേരിലും ലേവ്യ പുസ്തകം അറിയപ്പെടുന്നു. ഇസ്രായേലിയരുടെ ആരാധനാ സമ്പ്രദായമാണ് ഇതിലെ പ്രധാന വിഷയം. ദൈവത്തിന്റെ വിശുദ്ധ ജനമായി ഇസ്രായേലിനെ വേർതിരിക്കുന്ന ശുദ്ധീകരണ അനുഷ്ഠാനങ്ങൾ, യാഗങ്ങൾ മുതലായ വിശുദ്ധ ശുശ്രൂഷകൾ എങ്ങനെ നിർവഹിക്കണം എന്നു പ്രതിപാദിക്കുന്ന ഒരു കൈപ്പുസ്തകം, ചെറുനിബന്ധം കൂടിയാണിത്. ഈ അനുഷ്ഠാന മുറകൾ എന്തുകൊണ്ട് ആചരിക്കുന്നു എന്ന് ഈ പുസ്തകം വ്യക്തമാക്കുന്നു. ദൈവത്തിന്റെ കവിഞ്ഞൊഴുകുന്ന സ്നേഹം മിസ്രൈമിൽ നിന്നുള്ള ഇസ്രായേലിയരുടെ പുറപ്പാടിലൂടെ സ്പഷ്ടമാകുന്നു. സീനായിൽ നൽകപ്പെടുന്ന നിയമങ്ങൾ യഹോവ ഇസ്രായേലിനെ പ്രത്യേകം കരുതുന്നു എന്നതിന് തെളിവാണ്. ഇസ്രായേൽ മക്കൾക്ക് ഒരു സംരക്ഷണ കവചവും അടിസ്ഥാന പ്രമാണവുമായാണ് അവ നൽകപ്പെടുന്നത്. ദൈവത്തോട് വിശ്വസ്തത പുലർത്തുകയും അവന്റെ കൽപ്പനകളും പ്രമാണങ്ങളും ആചരിക്കുകയും ചെയ്തപ്പോഴെല്ലാം അവർക്ക് ജീവിതം വിജയപ്രദവും ആസ്വാദ്യവുമായിരുന്നു. എന്നാൽ അവർ ദൈവത്തെ നിരസിച്ച് വിഗ്രഹാരാധന പിന്തുടരുകയും ദൈവകൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്തപ്പോഴെല്ലാം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മരണം പോലും അവരെ പിന്തുടർന്നുകൊണ്ടിരുന്നു. പുരോഹിതന്മാരുടെ ചുമതലകൾ വിസ്തരിച്ചു വായിക്കുമ്പോഴെല്ലാം ലേവ്യ പുസ്തകത്തിലെ എന്തുകൊണ്ട് എന്ന ചോദ്യം മനസ്സിൽ പ്രധാനമായും സൂക്ഷിക്കേണ്ടതുണ്ട്. ദൈവത്തിന് വിധിയാംവിധം ബലി അർപ്പിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക, ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിച്ചറിയാൻ ജനങ്ങളെ പഠിപ്പിക്കുക, ഇസ്രായേലിന്റെ വർഷം തോറുമുള്ള വിശുദ്ധ ആഘോഷങ്ങൾക്കു വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുക മുതലായവയാണ് പുരോഹിതന്മാരുടെ ജോലികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഒരു നയാമിക പുസ്തകം കൂടിയാണ്. ഭക്ഷണത്തിന് ഉപയോഗിക്കാവുന്ന മൃഗങ്ങൾ, വസ്ത്രനിർമ്മാണത്തിന് പറ്റിയ തുണിത്തരങ്ങൾ, പരസ്പരം പെരുമാറേണ്ടത് എങ്ങനെ, ദൈവത്തിനും അയൽക്കാരനും എതിരെ പാപം ചെയ്താൽ ആചരിക്കേണ്ട വ്യത്യസ്ത ശിക്ഷാക്രമങ്ങൾ, പ്രായശ്ചിത്തങ്ങൾ മുതലായവ ഈ പുസ്തകത്തിൽ വിസ്തരിക്കുന്നു. ദൈവത്തിനു മുമ്പാകെ ഇസ്രായേലിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ എന്ന നിലയിൽ പുരോഹിതന്മാർ എങ്ങനെ വർത്തിക്കണം എന്ന് ഈ പുസ്തകം ശക്തമായ ഭാഷയിൽ വ്യക്തമാക്കുന്നുണ്ട്. ആചാരപരമായ ബലി അർപ്പണത്തിലൂടെ പുരോഹിതന്മാർ ദൈവത്തിന് നന്ദി പറയുകയും ക്ഷമയാചിക്കുകയും ആചാരവിശുദ്ധി നഷ്ടപ്പെട്ടവരെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ദൈവത്തെയും ദൈവജനത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സുപ്രധാന കണ്ണിയാണ് പുരോഹിതന്മാർ. പഞ്ചഗ്രന്ഥം എന്ന് ക്രിസ്ത്യാനികൾ വിളിച്ചുവരുന്ന ആദ്യത്തെ 5 പുസ്തകങ്ങളിൽ മൂന്നാമത്തേതാണ് ലേവ്യ പുസ്തകം. പുറപ്പാട് പുസ്തകത്തിന് ശേഷമാണ് ലേവ്യ പുസ്തകം. പുറപ്പാട് പുസ്തകത്തിൽ സീനായ് പർവ്വതത്തിൽ ദൈവം നൽകിയ കൽപ്പനകൾ വിവരിച്ചിരിക്കുന്നു. കൂടാതെ വിശുദ്ധ കൂടാര നിർമ്മാണം, ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന വിശുദ്ധ വസ്തുക്കൾ എന്നിവ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും പുറപ്പാട് പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നിത്യേനയുള്ള പൗരോഹിത്യ ശുശ്രൂഷകളുടെ വിശദമായ വിവരണമാണ് ലേവ്യ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം ദൈവജനത്തിന്റെ കൂടാരവാസവും പ്രതിപാദിച്ചിരിക്കുന്നു.
സ്ഥിരമായി ഒരു സ്ഥലത്ത് താമസിക്കാതെ മാറി മാറി താവളമടിച്ചിരുന്ന ദൈവജനത്തിന്റെ വർണ്ണനയാണ് ലേവ്യ പുസ്തകത്തിനു ശേഷം വരുന്ന സംഖ്യാപുസ്തകത്തിലെ പ്രതിപാദ്യം.